പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥവുമായി പരിശുദ്ധ കന്യകാമറിയത്തെ നൽകിയതിന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, അമലോത്ഭവേ, ലൂർദിൽ 18 പ്രാവശ്യം ബർന്നദിതയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും സുവിശേഷം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് മാറ്റുവാൻ ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ പ്രാർത്ഥിക്കാനും എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനും സഭയോട് ചേർന്ന് ജീവിക്കാനും നീ ഞങ്ങളെ ആഹ്വാനം ചെയ്തു. അങ്ങയുടെ ഈ വിളിക്ക് പൂർണ്ണമായും പ്രത്യുത്തരിക്കുവാൻ ഞങ്ങളെ മുഴുവനായും അമ്മയ്ക്കും അമ്മയുടെ തിരുപുത്രനുമായി പ്രതിഷ്ഠിക്കുന്നു. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അമ്മേ, നിരന്തരം അവിടുത്തെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയെപ്പോലെ നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകരോഗി ദിനമായ ഇന്ന് എല്ലാ രോഗികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സുഖപ്പെടുത്തണമേ. അമ്മേ, നിർമ്മല ജാതേ, അമ്മയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സുകൃത ജപം. ലൂർദ് മാതാവേ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുതൽ നൽകണമേ. ലൂർദ് മാതാവേ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ലൂർദ് മാതാവേ, എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥവുമായി പരിശുദ്ധ കന്യകാമറിയത്തെ നൽകിയതിന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, അമലോത്ഭവേ, ലൂർദിൽ 18 പ്രാവശ്യം ബർന്നദിതയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും സുവിശേഷം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് മാറ്റുവാൻ ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ പ്രാർത്ഥിക്കാനും എനിക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനും സഭയോട് ചേർന്ന് ജീവിക്കാനും നീ ഞങ്ങളെ ആഹ്വാനം ചെയ്തു. അങ്ങയുടെ ഈ വിളിക്ക് പൂർണ്ണമായും പ്രത്യുത്തരിക്കുവാൻ ഞങ്ങളെ മുഴുവനായും അമ്മയ്ക്കും അമ്മയുടെ തിരുപുത്രനുമായി പ്രതിഷ്ഠിക്കുന്നു. അവൻ പറയുന്നത് ചെയ്യുവിൻ